ഭാരതത്തിലെ യാക്കോബായ സുറിയാനി സഭ എപ്പിസ്കോപ്പൽ സഭകളുടെ മാതാവായ അന്ത്യോഖ്യയിലെ ആഗമന സുറിയാനി സഭയുടെ ഭാഗം AD 32 അന്ത്യോഖ്യയിൽ കർത്താവിന്റെ സ്ലീഹന്മാരിൽ തലവനായ പരിശുദ്ധ പത്രോസ് സ്ലീഹായാൽ സ്ഥാപിതമായ പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനം ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും എക്കാലത്തും നെഞ്ചിലേറ്റി താലോലിക്കുമെന്ന് കൂനൻ കുരിശിലെ ആലാത്തിൽ പിടിച്ച് സത്യം ചെയ്ത് ഹൃദയത്തിൽ ഉറപ്പിച്ച സത്യവിശ്വാസം കറയില്ലാത്ത പൗരോഹിത്യത്തിന്റെ ഉറവിടമായ പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനം ആത്മീയ നൽവരങ്ങളുടെ ഉറവിടമായ പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനം സത്യവിശ്വാസ സംരക്ഷണത്തിനായി ഏറെ പീഡകൾ സഹിക്കുന്ന പരിശുദ്ധ സഭാമക്കൾ ആരാധനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ദേവാലയങ്ങളിൽ ആരാധനാ സ്വാതന്ത്ര്യ സംരക്ഷണത്തിനായി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മീനങ്ങാടിയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള അവകാശ സംരക്ഷണ ജാഥയിൽ അണിചേരാം, വിജയിപ്പിക്കാം. വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഈറ്റില്ലമായ കട്ടച്ചിറ സെന്റ് മേരീസ് പള്ളി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ യാക്കോബായ സഭയ്ക്ക് അനുകൂലമായി ലഭിച്ച വിധി നടപ്പാക്കാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ മറവിൽ അധികാരികൾ അന്യായമായി ഓർത്തഡോക്സ് സഭയ്ക്ക് പിടിച്ചുകൊടുത്ത കട്ടച്ചിറ പള്ളിയിലെ മറുവിഭാഗത്തിന്റെ നിന്ദ്യവും ഹീനവുമായ പ്രവൃത്തികൾ ദേവാലയം ചവിട്ടിപ്പൊളിക്കുന്നു, കവാടത്തിലേക്ക് കല്ലെറിയുന്നു, വിശുദ്ധന്മാരുടെ ചിത്രങ്ങളും കുരിശുകളും പാത്രേക്ക പതാകയും അഗ്നിക്കിരയാക്കുന്നു. മുളന്തുരുത്തിപ്പള്ളി 1200 വർഷം പഴക്കമുള്ള പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അതിപുരാതനമായ മുളന്തുരുത്തി മാർത്തോമൻ കത്തീഡ്രൽ ദേവാലയം, രണ്ടാം ഊർശലേം എന്ന് വിശ്വവിഖ്യാതമായ ദേവാലയം, അന്ത്യോഖ്യ സിംഹാസനത്തിൽ നിന്നും അയക്കപ്പെട്ട പരിശുദ്ധ സുറിയാനി സഭയുടെ 3 പുണ്യപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ ദേവാലയം, പരിശുദ്ധ സഭയിൽ ആദ്യമായി ജനാധിപത്യ സംവിധാനം ആരംഭം കുറിച്ച മലങ്കര അസോസിയേഷന് രൂപം കൊടുത്ത 1876 മുളന്തുരുത്തി സുന്നകദോസ് നടത്തപ്പെട്ട പരിശുദ്ധ ദേവാലയം, പോലീസ് റവന്യൂ അധികാരികളുടെ അനീതികൾക്കും അക്രമങ്ങൾക്കും വിധേയമാക്കപ്പെട്ട ദേവാലയം, നിശയുടെ നിശബ്ദതയിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഫയർഫോഴ്സിന്റെ സഹായത്താൽ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് ഗേറ്റ് മുറിച്ചു നീക്കി ഉള്ളിൽ കിടന്ന പോലീസ് കോവിഡ് പ്രോട്ടോകോൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നിഷ്ഠൂരമായി മെത്രാപ്പോലീത്തന്മാരെയും വൈദികരെയും വിശ്വാസികളെയും മർദ്ദിക്കുകയും കയ്യിലും കാലിലും പിടിച്ച് തൂക്കിയെടുത്ത് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് എറിയുകയുമായിരുന്നു. സ്ത്രീകളെയും സൺഡേ സ്കൂൾ കുട്ടികളെയും മൃഗീയമായി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും കൈകാലികൾ തല്ലിയൊടിക്കുകയും ചെയ്തു. ഹീനവും നിന്ദ്യവുമായ സംഭവങ്ങൾക്ക് സാക്ഷര കേരളം സാക്ഷ്യം വഹിച്ചു. ക്രൂര പീഡനങ്ങളുടെ നാൾവഴികൾ, പിറവി കൊണ്ട് പ്രസിദ്ധിയാർജിച്ച പിറവത്ത് വിശുദ്ധ രാജാക്കന്മാരുടെ ദേവാലയം, ആദിമ നൂറ്റാണ്ടിൽ സ്ഥാപിതമായ അതിപുരാതനമായ ദേവാലയം, കഠിന ഹൃദയന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും അതിനിന്ദ്യമായ നിലയിൽ ഫയർഫോഴ്സിന്റെ സഹായത്താൽ കട്ടർ ഉപയോഗിച്ച് ഗേറ്റ് അറുത്തുമാറ്റി അഭിവന്യ പിതാക്കന്മാരെയും വൈദികരെയും വിശ്വാസികളെയും നിർദാക്ഷിണ്യം അറസ്റ്റ് ചെയ്തു നീക്കി. 5% പോലും ഇല്ലാത്ത ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് അന്യായമായി പള്ളി പിടിച്ചുകൊടുത്ത ഹീന ദൃശ്യങ്ങൾക്ക് കേരള സമൂഹം സാക്ഷികളായി. വിശ്വാസധീരന്മാരായ വന്യവയോധികരെ കസേരയിൽ ചുമന്ന് നീക്കം ചെയ്യുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ ഏതൊരുവന്റെയും കണ്ണുകളെ ഈറനണിയിക്കും. പന്നൂർ ദേവാലയം, പന്നൂർ പള്ളിയിലെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അന്യായമായ പള്ളി കയ്യേറ്റത്തെ തുടർന്ന് വിലപിക്കുന്ന വിശ്വാസിയെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ കണ്ണുനീരിന് ആര് മറുപടി നൽകും? മുടവൂർ സെന്റ് ജോർജ് പള്ളി 1932 അന്ത്യോഖ്യ സിംഹാസനത്തിന് കീഴിൽ ആരാധനയ്ക്കായി പണി കഴിക്കപ്പെട്ട മുടവൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി 1975 ഇടവക വിട്ടുപോയ
15 വിശ്വാസ വിരുദ്ധർക്കായി 357 ഇടവകക്കാരെ പുറത്താക്കി പോലീസ് റവന്യൂ അധികാരികളുടെ ഒത്താശയോടെ പള്ളി പിടിച്ചുകൊടുക്കുന്നു. ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് ഗേറ്റ് മുറിച്ചു മാറ്റിയ ശേഷം പോലീസ് സംരക്ഷണയിൽ ഓർത്തഡോക്സ് വൈദികർ ഉൾപ്പെടെയുള്ളവർ വിശുദ്ധ ദേവാലയത്തിന്റെ വാതിൽ മരം മുറിക്കുന്ന അറുക്ക് വാളുപയോഗിച്ച് അറുത്തുമാറ്റി. ഉള്ളിൽ കിടക്കുന്ന നിന്ദ്യമായ നടപടിയും സാക്ഷര കേരളത്തിന് അപമാനമായി മാറി. ചോരക്കുഴിപ്പള്ളി. ചോരക്കുഴി സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൽ രാത്രിയുടെ മറവിൽ പോലീസ് അതിക്രമിച്ച് കയറി അറുക്ക വാളുപയോഗിച്ച് വാതിൽ അറുത്തുമാറ്റി മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷമായിരിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയ കിരാത നടപടികൾക്കും വിശ്വാസ സമൂഹം സാക്ഷികളായി. ഓടക്കാലിപ്പള്ളി. ഓടക്കാലി സെന്റ് മേരീസ് യാക്കോബായ ദേവാലയത്തിൽ അതിക്രമിച്ചു കയറി സത്യവിശ്വാസികളെ പുറത്താക്കുവാനും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് ദേവാലയം കൈമാറുവാനും പോലീസ് നടത്തിയ അതിക്രമങ്ങൾ തടയുവാൻ ശ്രമിക്കുന്ന യാക്കോബായ സഭയുടെ വൈദിക ട്രസ്റ്റി ഉൾപ്പെടെയുള്ള വൈദികരെയും വിശ്വാസികളെയും പോലീസ് കയ്യേറ്റം ചെയ്യുന്നു. മാന്നാമംഗലം പള്ളി. മാന്നാമംഗലം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പാതിരാത്രിയുടെ മറവിൽ അതിക്രമിച്ചു കയറിയ ഓർത്തഡോക്സ് മെത്രാപ്പോലീത്ത ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വൈദികരെയും വിശ്വാസികളെയും ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും പോലീസിനെ ഉപയോഗിച്ച് യാക്കോബായ വിശ്വാസികളെ പുറത്താക്കുകയും ചെയ്യുന്നു. ഇതുപോലെ കൊടിയ പീഡനങ്ങൾക്കിരയായി ഇടവകൾ പള്ളികൾ നഷ്ടമായ 44ഓളം ദേവാലയങ്ങൾ. അതിലെ വിശ്വാസികൾ കണ്ണുനീരും പ്രാർത്ഥനയുമായി കാത്തിരിക്കുന്നു. അന്യായമായ പള്ളി കയ്യേറ്റങ്ങൾക്കെതിരെ, നീതിരഹിതമായ കോടതി ഉത്തരവുകൾക്കെതിരെ, സത്യവിശ്വാസ ധ്വംസനങ്ങൾക്കെതിരെ സത്യവിശ്വാസ സംരക്ഷണത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനുമായി നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മുംബൈ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്ദ്യ പിതാവായ തോമസ് മാർ അലക്സാന്ദ്രിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര മലബാറിന്റെ മണ്ണിൽ നിന്നും കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്തേക്ക്